മുകേഷ് ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. അവൻ തന്റെ ഭാര്യ പൂനം പിന്നെ മകൻ ചീക്കുവിനോടൊപ്പം ജീവിക്കുന്നു. അവൻ മൺപാത്രങ്ങൾ തയ്യാറാക്കുമായിരുന്നു. ആരും വാങ്ങാത്തപ്പോൾ ഈ മൺപാത്രങ്ങൾ തയ്യാറാക്കി എന്താ പ്രയോജനം? വരൂ, വന്ന് കഴിക്കൂ. ഒരുപാട് നേരമായി പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സമയം ജോലി നോക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ 3 നേരം കഴിക്കാൻ പറ്റും? കുറച്ച് പാത്രം ബാക്കിയുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അച്ഛാ, എനിക്ക് മൺപാത്രങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കൂ. ഇപ്പോൾ നീ ചെറിയ കുട്ടിയാണ്. നീ വളർന്നു വലുതാകുമ്പോൾ കലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരാം. വിടൂ, നിങ്ങളുടെ മകൻ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് എന്ത് കിട്ടി? ഇവനെ ഞാൻ നന്നായി പഠിപ്പിച്ച് വലിയ ആളാക്കും. എന്നാൽ നമ്മുടെ പാരമ്പര്യ തൊഴിൽ ഇതല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് കൈവിടാനേ പാടില്ല. ഇങ്ങനത്തെ കല പഠിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. കുറച്ച് ദിവസങ്ങളായി പൂനം മുകേഷിന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മുകേഷ് ആണെങ്കിലോ ഈ ജോലി വിടാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ഒരു ദിവസം പൂനം മുകേഷിനോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് കുറച്ചു ദൂരത്തിൽ ഒരു കോളേജ് തുറക്കുന്നുണ്ട്. അവിടെ ഒരു കടയുമില്ല. നമുക്ക് എന്തുകൊണ്ട് അവിടെ ഒരു ചായക്കട തുടങ്ങിക്കൂടെ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഈ മൺപാത്രങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ലാഭവുമില്ല. എന്തിനാ വെറുതെ സമയം കളയുന്നത്? പിന്നെ വീട്ടു ചെലവിന് പൈസയാണ് ആവശ്യം, മണ്ണല്ല. നീ എന്തിനാണ് വെറുതെ ഞാനുണ്ടാക്കുന്ന പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്നെങ്കിലും ഒരു ദിവസം ഇത് ഫേമസ് ആകും. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കണ്ട. എന്റെ ചേട്ടൻ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പൈസ കൊണ്ട് കോളേജിന് പുറത്ത് ചായക്കട തുടങ്ങൂ. അവിടെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ചായ കുടിക്കാൻ വരും. നീ തെറ്റിദ്ധരിച്ചതാണ്. കോളേജ് വരുന്നതിന് മുൻപ് അവിടെ ഒരുപാട് കടകളുണ്ട്. എന്റെ കട അവിടെ എങ്ങനെ റണ്ണാകും? പക്ഷേ പൂന അതൊന്നും ശ്രദ്ധിക്കാതെ മുകേഷിന്റെ കയ്യിൽ പൈസ കൊടുത്തു. പിന്നെ അവനെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ചു. മുകേഷിന് പൂനമിനെതിരെ ഒന്നും സംസാരിക്കാനായില്ല. അതുകൊണ്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി കോളേജിന് പുറത്ത് ചായക്കട തുടങ്ങി. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഒരുപാട് കടയുണ്ടെന്ന്. എന്റെ ചായ ആരും കുടിക്കുന്നില്ല. ഇന്ന് വെറും 20 ചായയെ വിറ്റുള്ളൂ. വെറും 20 ചായ വിറ്റുള്ളൂ? ഇങ്ങനെ ആയ ശരിയാകില്ലല്ലോ. ഈ വരുമാനം നമ്മുടെ ചിലവിന് പോലും തികയാതാകും. പഞ്ചസാര വിലയും കൂടി. പിന്നെ ചായപ്പൊടിയോ ചോദിക്കേ വേണ്ട. അയ്യോ, അവിടെ എത്ര പേർ ചായ വിൽക്കുന്നുണ്ടെന്നറിയാമോ? ചിലവരത് കോളേജിന്റെ അകത്തും വിൽക്കുന്നു. ജനങ്ങൾ വേണം തീരുമാനിക്കാൻ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെയുള്ള ചായ കുടിക്കണം, പിന്നെ ആരുടെ കയ്യിൽ നിന്നും കുടിക്കണമെന്ന്. എന്റെ ചായ ആരും വാങ്ങുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ചായക്കടയിൽ ഞാൻ ഇരിക്കണോ? ഞാൻ മര്യാദയ്ക്ക് കലമുണ്ടാക്കുന്ന തൊഴിൽ ചെയ്യുമായിരുന്നു. അത് നിനക്ക് ഇഷ്ടമാകുന്നില്ലേ? അച്ഛാ, നിങ്ങൾ വന്നോ? എനിക്ക് മൺപാത്രങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞാഴ്ച വാക്ക് നൽകിയതാ, മറന്നു പോയോ? നിൽക്ക്, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മുകേഷ് ആ ചക്രം എങ്ങനെ ചുറ്റണമെന്ന് പറഞ്ഞു കൊടുത്തു. ചീക്കു തന്റെ ചെറിയ കൈകൾ കൊണ്ട് പാത്രങ്ങൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുകേഷ് ചീക്കുവിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ചായക്കടയിലേക്ക് പോയി. അവൻ തന്റെ ചായക്കടയിൽ കസ്റ്റമേഴ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അപ്പോഴാണ് ചീക്കു ഓടിക്കൊണ്ട് മുകേഷിന്റെ അടുത്ത് വന്നത്. അച്ഛാ, ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കൂ. ആഹാ, കാണാൻ ഇഡ്ഡലി പോലെയുള്ള കപ്പുകൾ ഉണ്ടാക്കിയല്ലോ നീ. ഞാൻ നിനക്ക് നന്നായി കപ്പുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതല്ലേ? നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? അച്ഛാ, എനിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കുഴപ്പമില്ല മോനെ, നീ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യേ. നല്ല കപ്പുണ്ടാക്കാം. അത് കഴിയുമ്പോൾ നന്നായി കലമുണ്ടാക്കാനും നീ പഠിക്കും. ചെറിയ കാര്യങ്ങളിലൂടെ വേണം നമ്മൾ തുടങ്ങാൻ. ചീക്കു ഇഡ്ലി പോലുള്ള ആ കപ്പ് ചായക്കടയിൽ തന്നെ വെച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഒരാൾ ചായ കുടിക്കാനായി അവിടെ വന്നത്. ചേട്ടാ, ഒരു കപ്പ് ചായ തരൂ. അതെനിക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പിലും തരൂ. ചേട്ടാ, എന്റെ കയ്യിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പില്ല. പകരം ഡിസ്പോസലാണുള്ളത്. അതിലാണ് ഞാൻ ചായ കൊടുക്കുന്നത്. എടോ, താനെന്തിനാ കള്ളം പറയുന്നത്? ഇതാ ഇരിക്കുന്നില്ലേ? അയ്യോ, അത് എന്റെ മകൻ ഉണ്ടാക്കിയതാ. എടോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് ഇഡ്ഡലി പോലെ. എനിക്ക് ഈ കപ്പിൽ തന്നെ ചായ താ. കസ്റ്റമർ അങ്ങനെ വാശി പിടിച്ചതുകൊണ്ട് മുകേഷ് ആ ഇഡ്ലി പോലത്തെ കപ്പിൽ തന്നെ ചായ കൊടുത്തു. ആ കസ്റ്റമറിന് ഇഡ്ലി കപ്പിൽ നിന്ന് കുടിച്ച ചായ വളരെ ഇഷ്ടപ്പെട്ടു. അവൻ കോളേജിലുള്ള എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ആ ഇഡ്ലി കപ്പിൽ തന്നെ ചായ കുടിക്കാൻ ആഗ്രഹിച്ചു വന്നു. പൂനം, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. ജേക്കബ് ഉണ്ടാക്കിയ ആ ഇഡ്ഡലി കപ്പിലാണ് എല്ലാവരും ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാത്രി മുഴുവനും ആ ഇഡ്ഡലി കപ്പുണ്ടാക്കി അതിലാണ് എല്ലാവർക്കും ചായ കൊടുക്കുന്നത്. ഇതിലൂടെ എന്റെ കച്ചവടവും നന്നായി നടക്കുന്നുണ്ട്.
ആഹാ, ഇഡ്ലി ചായയോ? അതിനൊരു പ്രത്യേക രുചിയുണ്ടാകും. ചിക്കു, നീ അത്ഭുതം ചെയ്തു. ആ ഇഡലി പോലെയുള്ള കപ്പുണ്ടാക്കിയത് നന്നായി മോനെ. ആരുടെ മകനാണ്? നമ്മുടെ മകൻ ഒരു ദിവസം വലിയ ആളാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കണ്ടോ, നിങ്ങളുടെ ചായ വ്യാപാരത്തിൽ അവനെ ഇത്ര സഹായിച്ചു എന്ന്. എല്ലാവരും ആ ഇഡലി കപ്പിൽ ചായ കുടിക്കുമ്പോൾ അവരത് നന്നായി ആസ്വദിച്ചാണ് കുടിക്കുന്നത്. ഞങ്ങൾക്കും ആ ഇഡ്ലി ചായ തരുമോ? പൂനം ആ ഇഡ്ലി കപ്പിൽ നിന്ന് ചായ കുടിച്ചതും അവൾക്ക് ആ രുചി വളരെ വ്യത്യസ്തമായി തോന്നി. അവൾ വളരെ സന്തോഷിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ വളരെ നന്നായി ചായ ഉണ്ടാക്കും. ഇപ്പൊ ഈ ഇഡ്ലി കപ്പിൽ ചായ ഒഴിച്ചതും ആ ചായയുടെ ടേസ്റ്റ് വളരെ കൂടിയിട്ടുണ്ട്, അറിയോ? ആ, ഇതാണ് ഇഡലി ചായ. അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റും വളരെ നല്ലതാണ്. ഇതിൽ ഇഡലിയുടെ മണവും വരും. ഇത് കുടിക്കുമ്പോൾ ചായയുടെ കൂടെ ഇഡലി കഴിക്കുന്ന ഒരു ഫീലും കിട്ടും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ കോളേജിൽ ഒരുപാട് സൗത്ത് ഇന്ത്യൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഇഡ്ലി ചായ വളരെ ഇഷ്ടപ്പെട്ട് കുടിക്കുന്നത്. ഇപ്പൊ മുകേഷ് ഇഡ്ലി ചായക്കാരനെന്ന് വളരെ ഫേമസ് ആയി. ഇപ്പൊ എല്ലാരും അവന്റെ ഇഡ്ലി ചായ കുടിക്കാൻ ആഗ്രഹിച്ചു. എന്തെന്നാൽ അവന്റെ ഇഡ്ലി ചായ വളരെ ടേസ്റ്റ് ആയിരുന്നു. എടോ, തന്റെ ആ ഇഡലി ചായ വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ വളരെ ഡിഫറൻ്റ് ആയ ടേസ്റ്റാ ഉള്ളത്. എനിക്ക് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഈ ചായ ഉണ്ടാക്കി തരാമോ? എന്നാൽ ഞാൻ, എടോ താൻ വിഷമിക്കണ്ട, വരുന്ന ലാഭത്തിലുള്ള പങ്ക് തനിക്കും തരാം. ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ താൻ ജോലി നോക്കിയാൽ മാത്രം മതി. ഈ ഇഡ്ഡലി ചായ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വെച്ച് സെയിൽ ചെയ്യൂ. ആ ഇല്ല സാർ, ജനങ്ങൾക്കൊരു നല്ല ചായ കൊടുക്കാനാണ് ഞാൻ ഈ ചായ വിൽക്കുന്നത്, എന്റെ ലാഭത്തിന് വേണ്ടിയല്ല. ഈ ചായ കുടിച്ചിട്ട് അവർ സന്തോഷിക്കുമ്പോൾ എനിക്കെന്റെ ലാഭം ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ഫീലാ കിട്ടുന്നത്. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ എന്തായാലും ദരിദ്രരൊന്നും വരാൻ പോകുന്നില്ല. എന്റെ ചായക്കടയിലേക്ക് എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ വരും. ഈ ഇഡലി ചായ ഞാൻ എല്ലാവർക്കും വിൽക്കും, വെറും ധനികർക്ക് മാത്രമല്ല. എടോ, താൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നോട് അഭിമാനം തോന്നുന്നു. ഞാൻ വെറുതെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഈ ഇഡലി ചായ ഇപ്പോൾ നന്നായി സെയിലാകുന്നില്ലേ, അതിൽ തനിക്ക് അഹങ്കാരമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. എന്നാൽ താൻ വളരെ സത്യസന്ധനാണ്. ഈ ചായക്കട നന്നായി ഗ്രോത്ത് ആകണമെന്ന് ഞാൻ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കാം. ഇങ്ങനെ തന്നെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കട്ടെ. മുകേഷ് ഇതുപോലെ എല്ലാവർക്കും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവൻ തന്റെ ചെറിയ കടയിൽ തന്നെ ഇഡ്ലി ചായ റെഡിയാക്കി വിറ്റുകൊണ്ടിരുന്നു. അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും അവനെ ഇഡ്ലി ചായക്കടക്കാരൻ മാമൻ എന്ന് പറഞ്ഞ് ഫേമസ് ആക്കി. ഇപ്പൊ അവനെ കുറിച്ച് യൂട്യൂബിലും ന്യൂസ് ചാനൽസിലും വരാൻ തുടങ്ങി. ഒരുപാട് പേർ അവന്റെ ഇഡ്ലി ചായ കുടിക്കാൻ ദൂരത്തിൽ നിന്നും വന്നു. ഇപ്പൊ അവൻ മുകേഷ് ചായക്കാരനല്ല, അവൻ ഇഡ്ലി ചായക്കാരനായി മാറി. ഷിംല എന്നൊരു നാട്ടിൽ സൂര്യ എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. സൂര്യയുടെ അച്ഛന് ഒരു ചായക്കടയുമുണ്ട്. അവൻ രാവിലെ അവരെ സഹായിച്ച് സ്കൂളിലേക്ക് പോകുമായിരുന്നു. എന്നാൽ സ്കൂളിൽ സൂര്യയോട് ആരും അങ്ങനെ സംസാരിക്കുകയില്ലായിരുന്നു. കാരണം അവൻ ഒരു ചായക്കടക്കാരന്റെ മകനല്ലേ. അവൻ എല്ലാവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പല ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പിലും ചേരണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ആരും അവനോട് സംസാരിച്ചതേയില്ല. അവൻ അതും മറികടന്ന് ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. ആരെങ്കിലും എന്റെ കൂടെ വീഡിയോ ഗെയിം കളിക്കുന്നോ? ഹാ, ഞാൻ കളിക്കാൻ വരാം. അയ്യേ, ഞാൻ ചായ ഉണ്ടാക്കാനല്ല, ഗെയിം കളിക്കാനാ വിളിച്ചത്. നീ വരണ്ട. സൂരി ഒരുപാട് വേദനിച്ചിരുന്നു. അവൻ വീട്ടിലേക്ക് പോയതും മുഖം താഴ്ത്തി പിടിച്ചിരിക്കാൻ തുടങ്ങി. സൂര്യയുടെ അച്ഛൻ ഇതെല്ലാം ശ്രദ്ധിച്ച് അവന് വേണ്ടി കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നു. ആ, എന്തുപറ്റി സൂരി? നീ നല്ല വിഷമത്തിലാണല്ലോ. ഇതാ കഴിക്ക്, നല്ല രുചിയുണ്ട്. അച്ഛാ, അച്ഛൻ എന്താ വേറെ ജോലിയൊന്നും നോക്കാത്തത്? അച്ഛന് ചെയ്യാൻ ഈ ഒരു ജോലി മാത്രമേ കിട്ടിയുള്ളൂ. ചായ കച്ചവടത്തിന് എന്താ കുഴപ്പം? ദിവസവും എല്ലാവർക്കും ഡിമാൻഡുള്ള സാധനമാണ്. ഇല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കുക. അവരെന്നെ കളിക്കാനൊന്നും ചേർക്കുന്നതേ ഇല്ല. മോൻ എന്താ കളിക്കേണ്ടത്? ഇപ്പോൾ തന്നെ കളിക്കാം. അച്ഛന്റെ കൂടെ ഇല്ല, എനിക്ക് അവരുടെ കൂടെ കളിക്കണം. ഇങ്ങനെ പറഞ്ഞ് അവൻ ഒന്നും കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സൂര്യയുടെ അച്ഛനും സൂരി പറയുന്നത് കേട്ട് ഒരുപാട് വിഷമിച്ചു. കാരണം അദ്ദേഹം കാരണമാണ് സൂര്യയുടെ എല്ലാ ഫ്രണ്ട്സും സൂര്യയെ അവഗണിച്ചിരുന്നത്. അടുത്ത ദിവസം മുതൽ അദ്ദേഹം ചായ വിൽക്കുന്നതോടൊപ്പം വേറെ ഒരു ജോലിയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് സൂര്യയുടെ സ്കൂളിൽ കുട്ടികളെ വെളിയിൽ ട്രിപ്പിന് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെ എല്ലാവരെയും കാട്ടിലേക്ക് ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്.
അതിന് എന്തൊക്കെയാണ് ആവശ്യം എല്ലാം പാക്ക് ചെയ്തോളൂ കേട്ടോ. കുട്ടികളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. സൂരി വീട്ടിലേക്ക് വന്നതും തന്റെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അച്ഛാ, ഞങ്ങളുടെ സ്കൂളിൽ നിന്നും കാട്ടിലേക്ക് ട്രിപ്പിന് കൊണ്ടുപോകുവാ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തരൂ. ആ കൊള്ളാമല്ലോ, അതെന്തായാലും നന്നായി. പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാത്രം നീ എടുത്തുകൊണ്ട് പോ. അവിടെ പോയി നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ശരി അച്ഛാ, ഉറപ്പായും. പിന്നെ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയണം. ഞാനൊരു പുതിയ ജോലി അന്വേഷിക്കുക. ഇനി മുതൽ നിന്റെ ഫ്രണ്ട്സിനോട് നീ അപമാനപ്പെടേണ്ട കാര്യമില്ല. അവർ നിന്നോട് ഇനി സംസാരിച്ചോളും. സത്യമായിട്ടും? അതെ. സൂരി സന്തോഷത്തോടെ തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലേക്ക് ട്രിപ്പ് പോകാനുള്ള ദിവസവും വന്നു. എല്ലാവരും ആ കാട്ടിലേക്ക് പോയതും അവർ ട്രെക്കിംഗ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും 4 ഗ്രൂപ്പ് ആക്കാൻ പോകുക. അതിൽ ഒരാൾ ലീഡറായിരിക്കും. അവരെല്ലാവരും ഒത്തൊരുമയോടെ എല്ലാ ജോലിയും ചെയ്യണം. എല്ലാവരും ലീഡർ പറയുന്നത് കേൾക്കണം കേട്ടോ. എല്ലാവരും അവരുടെ ബാഗും എടുത്ത് ട്രെക്കിംഗ് തുടങ്ങി. ആ, ആരെയാ ലീഡറാക്കിയത്? ഇവന് ചായയല്ലാതെ വേറെ ഒന്നും അറിയില്ല. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ സൂര്യയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. കുറച്ചു ദൂരം നടന്നു പോയപ്പോൾ അയാന് ക്ഷീണമായി. ശരി, ഇവിടെ കുറച്ചു നേരം നിൽക്കാം, എന്തെങ്കിലും കഴിക്കാം. മറ്റുള്ളവരും സമ്മതിച്ച് അവർ അവിടെ തന്നെ നിന്നു. ഇല്ല, നമ്മൾ നിൽക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ നിന്നാൽ ലേറ്റായി പോകും. കുറച്ചു സമയത്തിനുള്ളിൽ ഇനി നേരവും ഇരുട്ടും. എന്താ, ലീഡറായെന്ന് വെച്ച് ഞങ്ങൾക്ക് ഓർഡർ ഇടുവാണോ? ഹാ, ഇല്ല, ഞങ്ങൾ വരില്ല. നീ വേണമെങ്കിൽ പൊയ്ക്കോ. ഞങ്ങൾക്ക് കുറച്ച് കഴിക്കണം, എന്നിട്ടേ വരൂ. പോ പോ. സൂരി എത്ര പറഞ്ഞിട്ടും അവർ അവിടെ തന്നെ നിന്നു. ലീഡർ ആയതുകൊണ്ട് സൂര്യക്ക് അവരെ വിടാൻ സാധിച്ചില്ല. അവനും അവരുടെ കൂടെ തന്നെ നിന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ടീച്ചറും മറ്റു കുട്ടികളും അവർ മുൻപിലേക്ക് പോയി. എന്നാൽ ഇവർ അതേ സ്ഥലത്ത് തന്നെ നിന്നു. കുറച്ചുനേരം വിശ്രമിച്ച് കഴിച്ചതിന് ശേഷം അവരെല്ലാവരും തിരിച്ച് ട്രെക്കിംഗ് തുടങ്ങി. എന്നാൽ അന്ന് വളരെ വേഗം സൂര്യൻ അസ്തമിച്ചു. അതുകൊണ്ട് അന്തരീക്ഷവും ഇരുട്ടായി. അയ്യോ, രാത്രിയായല്ലോ. ഇപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. മറ്റു കുട്ടികളും പേടിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് പ്രശ്നം വന്നെന്നാൽ അവിടെ നിന്നും പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. ഇപ്പോൾ എനിക്കും വഴിയറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചത്തിൽ വിളിക്കണമെന്ന്. ഉടനെ എല്ലാവരും ചേർന്ന് ടീച്ചറിനെയും ബാക്കിയുള്ള കുട്ടികളെയും ഒച്ചത്തിൽ വിളിച്ചു. എന്നാൽ അതിലൊരു പ്രയോജനവുമില്ലായിരുന്നു. ടീച്ചർ, ടീച്ചർ, ഞാൻ വിളിക്കുന്നത് കേൾക്കാമോ? ഞങ്ങളിവിടെ പെട്ടു. ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ശബ്ദമുണ്ടാക്കി നോക്കി. എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല. നമ്മൾ ഒരുപാട് പിന്നിലായിപ്പോയി. നമുക്ക് മുൻപോട്ടുള്ള വഴിയും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. ഒരുപക്ഷെ നമ്മൾ മുൻപോട്ട് പോയാൽ നമുക്ക് വഴി തെറ്റും. ഇല്ല, നമ്മൾ ഇനിയും ട്രൈ ചെയ്യണം. കൃത്യസ്ഥലത്ത് നമ്മൾ എത്തിയാലോ? രാത്രി ഒരുപാട് നേരമായി. മൃഗങ്ങൾ വല്ലതും വരുമോ? ടീച്ചർ നമ്മളെ അന്വേഷിച്ച് ഉറപ്പായും വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എല്ലാവർക്കും അത് ശരിയായി തോന്നി. അവർ അവിടെ തന്നെ താമസിച്ചു. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ രാത്രിയുമായി. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും തീരുന്നുണ്ടായിരുന്നു. അയ്യോ, ഭക്ഷണമെല്ലാം തീർന്നു. കുറച്ചു കഴിയുമ്പോൾ വെള്ളവും തീർന്നു പോകുമല്ലോ. ഇപ്പോൾ ഉള്ളത് കഴിക്കാം, എന്നാൽ പോകണമല്ലോ. എന്നാൽ എവിടെ പോകും? റോഡ് എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കിവിടെ പേടിയാകുന്നു. ഏതെങ്കിലും മൃഗം വന്നാൽ എന്ത് ചെയ്യും? അയ്യോ, നന്നായി തണുക്കുന്നുണ്ടല്ലോ. എനിക്കും തണുക്കുന്നു. ഞാൻ തീ കത്തിക്കാം. അവരെല്ലാവരും ചേർന്ന് തീയും കത്തിച്ചു. കുറച്ചു സമയത്തിന് ശേഷം കത്തുന്ന തീയും കുറയാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് ചെയ്യും? തീയും കെട്ടുപോകുന്നല്ലോ. കാട്ടിലെ മൃഗങ്ങൾ വന്ന് കഴിക്കുന്നതിന് മുൻപ് ഇവിടത്തെ തണുപ്പ് കൊണ്ട് തന്നെ നമ്മൾ ചാകുമെന്ന് തോന്നുന്നു. സൂരി കുറച്ച് ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. എന്റെ ബാഗിനുള്ളിൽ ഒരു പാത്രവും ചായപ്പൊടിയും ഉണ്ട്. അതിൽ തീ കെട്ടുപോയാലും ചൂടുണ്ടായിരിക്കും. നമ്മളെയും ചൂടാക്കി നിർത്തും. സൂരി ഉടനെ ആ പാത്രം വെളിയിലെടുത്തു. പിന്നെ എല്ലാവരും അവരവരുടെ വെള്ളവും കൊടുത്തു. എന്നിട്ടും അപ്പോൾ വെള്ളം കുറവായിരുന്നു. അവിടെ തൊട്ടടുത്തായി കുറച്ച് മഞ്ഞുകട്ടകൾ കിടപ്പുണ്ടായിരുന്നു. അവൻ അവിടെ ചെന്ന് അതും കൈക്കലാക്കി. ആ ബ്ലാക്ക് ടീ ഉണ്ടാക്കി കഴിഞ്ഞതും അവർ കത്തിച്ച തീയും കെട്ടുപോയി. അത് കുടിച്ചപ്പോൾ എല്ലാവർക്കും കുറച്ച് ഉന്മേഷവും തോന്നി. എല്ലാവരും അവനെ പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ അയാൻ മാത്രം ഒന്നും സംസാരിക്കാതെ അത് കുടിച്ചു.
കുറച്ചു സമയത്തിന് ശേഷം അവർക്ക് ഇലയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് പിന്നിലുണ്ടായിരുന്ന മരം നോക്കാൻ തുടങ്ങി. എന്താണെന്ന് നോക്കിയപ്പോൾ അത് അവരുടെ ടീച്ചറായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം തിരിച്ചു കിട്ടിയത്. ക്യാമ്പിലേക്ക് വന്നതിന് ശേഷം ടീച്ചർ എല്ലാവരെയും പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരായിരിക്കാനുള്ള കാരണം സൂര്യയാണെന്നുള്ളത് അയൻ പറഞ്ഞു. അയാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് സൂരി ഒരുപാട് സന്തോഷിച്ചു. സൂര്യയുടെ ഈ ബുദ്ധിസാമർഥ്യം കേട്ട് എല്ലാവരും അവനോട് സൗഹൃദം കൂടാൻ ആഗ്രഹിച്ചു. സൂര്യക്ക് ആ ടീ അപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടികൾ അവന്റെ ഫ്രണ്ട്സേ ആകില്ലായിരുന്നു. ഇന്ന് ആദ്യമായി അവനൊരു ചായക്കടക്കാരനാണെന്നുള്ളതിൽ അഭിമാനിച്ചു. അടുത്ത ദിവസം ഒരുപാട് സന്തോഷത്തോടെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി നടന്ന എല്ലാ കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞു. ആഹാ, അതെന്തായാലും നന്നായി. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് വേറെ ഒരു ജോലി കിട്ടി. സൂരി ഇത് കേട്ട് ഒരുപാട് ഷോക്കോടെ വിഷമിക്കാൻ തുടങ്ങി. വേണ്ടച്ചാ, അച്ഛൻ ജോലി മാറ്റേണ്ട ഒരു കാര്യവുമില്ല. അച്ഛൻ ഏത് ജോലി ചെയ്താലും അത് നല്ല ജോലിയാണ്. അതുപോലെ ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ലെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. സൂര്യയുടെ അച്ഛൻ ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ സൂരി ഒരുപാട് സന്തോഷത്തോടെ തന്റെ അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ സൂരി സ്കൂളിൽ എത്തിച്ചേർന്നതും എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അതോടൊപ്പം അവനുമായി കളിക്കുകയും ചെയ്തു.